അസ്സാം വലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്തുഹു. ആരോഗ്യജാലകം യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഗർഭിണികൾ ശ്രദ്ധിക്കേണ്ട ചില ചിട്ടകളെപ്പറ്റി നമുക്ക് ഇന്ന് സംസാരിക്കാം. നാം കേൾക്കാറുണ്ട് അല്ലേ, ഗർഭിണികൾ എന്ന് പറഞ്ഞാൽ ഉള്ളിൽ ഒരു കുട്ടിയുണ്ട്, ആ സമയത്ത് നാം എങ്ങനെ അതിനെ പരിപാലിക്കണം എന്നൊക്കെയുള്ള പല ചർച്ചകളും പല നാട്ടുവർത്താനങ്ങളും നമുക്ക് കേൾക്കാൻ ഇടയാകാറുണ്ട്. അതിൽ പ്രധാനമായി ഭക്ഷണവുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് ആദ്യമായി ചർച്ചയിൽ വെക്കുന്നത്. പ്രധാനമായും സ്ത്രീകൾ ഉള്ളിലൊരു കുട്ടിയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് 2 പേരുടെ ആഹാരം കഴിക്കണമെന്നാണ് പറയാറുള്ളത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ആ കുട്ടി എത്ര വയസ്സുള്ളവരുടെ ആഹാരമാണ് ആ കുട്ടിക്ക് കഴിക്കാൻ വേണ്ടി വരിക? 18 വയസ്സുള്ളതോ 30 വയസ്സുള്ളതോ? പ്രസവിച്ച ഉടനെ തന്നെ ആ കുട്ടി എന്താണ് ആഹരിക്കാറുള്ളത്? അപ്പോൾ വയറ്റിലുള്ള സമയത്ത് എങ്ങനെ ആഹരിക്കും? ഒന്ന് ചിന്തിച്ചുകൂടെ? ഒരു നാട്ടുനടപ്പ് നാം കേൾക്കുന്നത് പോലെ എല്ലാം മനസ്സിലാക്കി അത് മാത്രമാണ് സത്യമെന്ന് കരുതി നമ്മുടെ ശരീരം തരുന്ന കൃത്യമായ ഇൻഫോർമേഷൻ ഉണ്ട്, വിശപ്പ് എന്ന സംഗതി. വിശപ്പിനനുസരിച്ച് ആവശ്യത്തിന് കഴിച്ചാൽ മതി. നമ്മൾ 2 പേർക്കുള്ള കഴിക്കേണ്ട സമയമായോ? കുട്ടിക്ക് 18 വയസ്സുള്ള കുട്ടിയാണോ ഇതിൻ്റെ ഉള്ളിലുള്ളത്? അപ്പോഴെത്ര കഴിക്കണം? ആൺകുട്ടിയാണെങ്കിൽ എത്ര? ഇരട്ട കുട്ടികളാണെങ്കിൽ എത്ര? ഇങ്ങനെയുള്ള പല സംശയങ്ങൾ ഉണ്ടായേക്കാം. എന്തായാലും ആ മാതാവിന് അറിയാൻ കഴിയും അതിൻ്റെ വിശപ്പ് എപ്പോൾ തീരും, ആ സമയത്ത് നിർത്താവുന്നതാണ്. എപ്പോഴാണോ വിശപ്പ് വരുന്നത് ആ സമയത്താണ് ആഹാരിക്കേണ്ടത്. നമ്മൾ സമയം നോക്കി ആഹരിക്കേണ്ട ഒരു ആവശ്യവുമില്ല. ഇങ്ങനെ സ്ത്രീകളിലേക്ക് കുത്തി നിറച്ചു കൊടുക്കുന്ന ആഹാര പദാർത്ഥങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഹോസ്പിറ്റലിൽ പോയി സ്കാനിങ്, ചെക്കിങ്, ബ്ലഡ് ടെസ്റ്റ് എന്നിത്യാദി ഓരോ ചെക്കിങ് നടക്കുക. ആ സമയത്ത് എന്തുണ്ടാവും? ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ ഷുഗർ വന്നു. 2 ആളുടെ ഭക്ഷണം കഴിച്ചാൽ എങ്ങനെ ഷുഗർ വരാതിരിക്കും എന്ന ഒരു മറു ചോദ്യം കൂടി അവിടെ ചോദിക്കേണ്ടതുണ്ട് അല്ലേ? എന്ന് പറയുന്ന ഗർഭാവസ്ഥയിലുള്ള പ്രമേഹത്തിനെ എങ്ങനെയാണ് ഇതിനെ മാനേജ് ചെയ്യേണ്ടത്? ആഹാരത്തിലൂടെ തന്നെയാണ്. ആ സമയത്ത് സാധാ സ്ത്രീകളുടെ ഒരു പ്രാകൃതമേ ആയിരിക്കില്ല അവർക്ക്. അവരുടെ ഹോർമോൺ ചേഞ്ചസ് ഉണ്ടാവും, ചിലപ്പോൾ മെൻസസ് അവിടെ സ്റ്റോപ്പ് ആവും. അങ്ങനെയുള്ള പല രീതിയിലും സ്ത്രീ അവരുടെ ഒരു വേറെ തന്നെ ഒരു സ്വഭാവത്തിലേക്ക് എത്താറുണ്ട് എന്നുള്ളതാണ് സത്യം. ചില സ്ത്രീകൾക്ക് ആ സമയത്ത് ഗർഭിണിയായിരിക്കുന്ന സമയത്ത് പുളി കൂട്ടാൻ നല്ല ആഗ്രഹമായിരിക്കും. അപ്പോൾ ഉള്ളെന്ന് പറഞ്ഞു കൊടുക്കുന്നതാണോ നിങ്ങൾ പുളി കൂട്ടുക, എനിക്ക് പുളി ഭയങ്കര ഇഷ്ടമാണെന്ന്? അല്ലല്ലോ. ആ നാവിന് അപ്പോൾ ആ ഒരു ടേസ്റ്റ് ഇഷ്ടപ്പെടും. നമ്മളെ അക്യുപഞ്ചർ തിയറി പ്രകാരം തന്നെ നാവിന് ഇഷ്ടമുള്ളത് കഴിക്കുക, ഇഷ്ടം പോലെ കഴിക്കുക എന്നുള്ള ആ ഒരു രീതി നിർത്തുക. മമ്മൂട്ടി തന്നെ പറയുന്നുണ്ട്, 70-ാം വയസ്സിൽ മമ്മൂട്ടിയോട് ചോദിച്ചു, എന്താണ് നിങ്ങൾ ആരോഗ്യത്തിനും സൗന്ദര്യത്തിനും രഹസ്യമെന്ന് ചോദിച്ചപ്പോൾ മമ്മൂട്ടി പറഞ്ഞൊരു വേർഡ് ഈ ഒരു അക്യുപഞ്ചർ നിയമമാണ്. നിങ്ങൾ ഇഷ്ടമുള്ളത് കഴിച്ചോളൂ, പക്ഷെങ്കിൽ ഇഷ്ടം പോലെ കഴിക്കരുത് എന്നുള്ള ഒരു ഉപദേശം ഞാൻ ഇന്നും ഓർക്കുന്നു. ആ രീതിയിൽ ഗർഭിണികളും അവരെ ഇഷ്ടമുള്ള ആഹാരം കഴിച്ചോട്ടെ. പുളിയാണെങ്കിൽ പുളി കഴിച്ചോട്ടെ. അത് മാമ്പഴമായിരിക്കാം, ചിലപ്പോൾ വാളംപുളി ആയിരിക്കാം. അവർക്ക് എന്ത് പുളിനോടാണ് കൂടുതൽ ആഗ്രഹമുള്ളത് അത്തരം പുളികൾ കഴിച്ചോട്ടെ. അതും ആവശ്യമില്ലാതെ കഴിക്കേണ്ട ആവശ്യമില്ല. അവർക്കറിയാം ആ സമയത്ത് മടുപ്പ് വന്നാൽ പിന്നെ മതി എന്ന് പറയും. ഇതിനൊക്കെ ശരീരം കൃത്യമായ ഒരു അളവിൽ കാര്യങ്ങൾ എത്ര വേണം, എങ്ങനെ വേണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കുകയും അതിനെ നാം നിർബന്ധിക്കാതെ അവർക്ക് ആവശ്യമുള്ളത് അവർ ചെയ്തോട്ടെ. പഴയ സ്ത്രീകളുടെയൊക്കെ ആരോഗ്യം നോക്കുമ്പോൾ അവരൊക്കെ നല്ല പണിയെടുക്കുകയും നല്ല ആഹരിക്കുകയും ചെയ്യുന്ന സ്ത്രീകൾ തന്നെ. ഗർഭിണികളായാൽ പോലും നല്ല പണിയെടുക്കുകയും പണ്ട് എന്താണ് ഇതിനെ പറയുക, ഒലക്കയെടുത്ത് ഇങ്ങനെ കുത്തുന്നതില്ലേ, ഇപ്പോൾ ഒന്ന് അതിൻ്റെ പേര് തന്നെ മറന്നുപോയി. മിക്സിയൊക്കെയാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. നമ്മൾ അരിയൊക്കെ പൊടിക്കാൻ വേണ്ടിയിട്ട് ഉരലിലിട്ടിട്ട് ഇങ്ങനെ ഇടിക്കുമല്ലോ. ഇങ്ങനെ ഇടിക്കുന്ന സമയത്ത് പോലും പ്രസവവേദന വന്നു കഴിഞ്ഞാൽ ആ സമയത്ത് പോലും ഒന്ന് ആലോചിച്ച് നോക്കൂ, എങ്ങനെ കെയർ ചെയ്യുന്നുണ്ട് അവർ. ഇത് കെയർ ചെയ്താൽ ഇവിടെ നിലനിൽക്കുന്നതും ഓവർ കെയർ ചെയ്തില്ലെങ്കിൽ ഇത് പോയി പോകുന്നതും ഒന്നുമല്ല. ആ ശരീരത്തിന് ആ കുട്ടിയെ താങ്ങാനുള്ള ബലമുണ്ടെങ്കിൽ, ആ ഒരു ഇമ്മ്യൂണിറ്റി ഉണ്ടെങ്കിൽ, ആ ഒരു കപ്പാസിറ്റി ഉള്ള സ്ത്രീയാണെങ്കിൽ അവൾ പൂർണ്ണ ഗർഭിണിയായി സുഖമായി പ്രസവിക്കുക തന്നെ ചെയ്യും. എന്നാൽ ഇതിൻ്റെ ഇടയിൽ നാം കഴിക്കുന്ന ഒട്ടനവധി സപ്ലിമെൻ്ററി ഫുഡുകളും അതുപോലുള്ള അനാവശ്യ മരുന്നുകളും, എൻ്റെ വൈഫിന് ഞാൻ ഒരു രീതിയിലുള്ള കെമിക്കൽ മരുന്നുകളും ഗർഭാവസ്ഥയിൽ കൊടുത്തില്ല. അതെനിക്ക് ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു. ഒരു രാസമരുന്ന് പോലും കൊടുക്കരുത് എന്ന് ഞാൻ വിചാരിക്കാറുണ്ട്. ആ സമയത്തൊക്കെ ഹോസ്പിറ്റലിൽ പോയി കാൽസ്യം കുറവാണെങ്കിൽ കാൽസ്യം കൂടുതലുള്ള ഫുഡ് കഴിപ്പിക്കാറുണ്ട്.
അതേപോലെ ഓരോന്ന് പറഞ്ഞ് പറഞ്ഞ് നമ്മളെ അന്ന് പേടിപ്പിച്ചിരുന്നു. ഇന്ന് അക്യുപഞ്ചർ വന്നതിന് ശേഷം ഒരു ഭയവും ഇല്ലാതായി. കാരണം എന്താണോ വേണ്ടത് അത് ശരീരം ആ നാവിൽ രുചിയിലൂടെ അറിയിക്കുകയും അത് സംതൃപ്തിയോടെ കഴിക്കുമ്പോൾ ആ സംഗതിയായി മാറുകയും ചെയ്യുന്നുണ്ട്. ബയോളജിക്കൽ ട്രാൻസ്മ്യൂട്ടേഷൻ എന്നുള്ള ഒരു ചാപ്റ്റർ തന്നെ ഉണ്ട് അക്യുപഞ്ചർ സ്റ്റഡിയിൽ. ഈ രീതിയിൽ നാം നോക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ളത് കൃത്യമായി കൊടുക്കുക എന്നതാണ് ഭക്ഷണ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. പിന്നെ നാം കെയർ ചെയ്യേണ്ടത് നടക്കാൻ പാടില്ല, ഓടാൻ പാടില്ല, ചാടാൻ പാടില്ല, ബൈക്കിൽ പോകാൻ പാടില്ല, കുണ്ടുള്ള വഴിയിൽ ബൈക്കിൽ തീരെ പോകാൻ പാടില്ല എന്നിത്യാദി നിയമങ്ങളും മറ്റ് ഓവർ കെയർ ചെയ്ത് കൊണ്ട് നടക്കണം, ബേബിക്ക് എന്തെങ്കിലും പറ്റും എന്ന രീതിയിലുള്ള അനാവശ്യ ചിന്തകളും എല്ലാം തന്നെ കൊടുക്കുന്നുണ്ട്. എന്നാൽ നാം തീരെ ശ്രദ്ധയില്ലാതെ ചാടി നിലത്ത് വീഴുകയോ അങ്ങനെയുള്ള ഒന്നും ചെയ്യരുത്. എനിക്ക് കൃത്യമായി പറയാനുള്ളത് അവർക്ക് നടക്കണേ നടക്കാം, പോകണമെങ്കിൽ പോവാം. അതേപോലെ എവിടത്തേക്കെങ്കിലും യാത്ര നടന്നു പോകേണ്ടതെങ്കിൽ പാർക്കിൽ പോവാം, ബീച്ചിൽ പോവാം. അവർക്ക് സുഖമായി വാക്ക് ചെയ്യുന്നതൊക്കെ നല്ലതാണ്. പഴയ അമ്മമാർ പറയാറുണ്ട്, ഇരുന്ന് നിലം തുടയ്ക്കുന്നത് നല്ലൊരു രീതിയാണ് സ്ത്രീകൾക്ക്, പ്രത്യേകിച്ചും ഗർഭിണിയായ സ്ത്രീകൾക്ക് അവർക്ക് സുഖപ്രസവമാകാനുള്ള നല്ലൊരു ടിപ്പാണ്. അങ്ങനെയുള്ള പണികൾ, കുറച്ച് വ്യായാമപരമായിട്ടുള്ള പണികൾ അവർ പണ്ട് ചെയ്യുമായിരുന്നു. അതുപോലെ അലക്കുക, വാഷ് ചെയ്യുക, കല്ലിൽ വാഷ് ചെയ്യുന്ന രീതി, ഈ രീതിയിലൊക്കെ നോക്കുമ്പോൾ അവർക്ക് ഒരുപാട് രീതിയിലുള്ള ഡെയിലി റൊട്ടീൻ എക്സസൈസ് ഉണ്ട്. ശരിക്കും നമ്മളത് ചെയ്യണമെന്നില്ല. ഈയിടെ സോഷ്യൽ മീഡിയയിൽ കാണാനിടയായി ഇങ്ങനെയുള്ളൊരു എക്സസൈസ്, ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ പിടിക്കുന്നു, ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ പിടിക്കുന്നു. അതിന് സമാന്തരമായിട്ട് അതിൻ്റെ അമ്മ തിരുമ്പുന്നത് ഒരു സീന്. ശരിക്കും തിരുമ്പുക എന്നുള്ളത് നല്ലൊരു എക്സസൈസാണ്. അതേപോലെ നിലം തുടയ്ക്കുക എന്നുള്ളത് നല്ലൊരു എക്സസൈസാണ്. അതുപോലെ അമ്മി അരയ്ക്കുക, അങ്ങനെയുള്ള കുറേ എക്സസൈസ് ഇപ്പോൾ സ്ത്രീകൾക്ക് കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരുപാട് ആരോഗ്യ പ്രശ്നം സ്ത്രീകൾക്ക് ഉണ്ട് താനും. എന്നാൽ സ്ത്രീകൾ അവരുടെ പ്രയാസം അനുസരിച്ച്, അവരുടെ ബോഡിയുടെ താക്കത്തനുസരിച്ച് അവർക്ക് വർക്ക് ചെയ്യാം. ഒരു ഗർഭിണിയായി എന്ന് വിചാരിച്ച് ഗർഭാവസ്ഥ ഒരു രോഗാവസ്ഥയല്ല, ഗർഭിണി ഒരു രോഗിയുമല്ല. ഈ രീതിയിൽ ഗർഭകാലം കാണുന്ന സ്ത്രീകളുടെ ആരോഗ്യം നല്ല രീതിയിലാകാൻ ഒട്ടനവധി ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്കത് ഇന്നത് കുറവായത് കൊണ്ട് ഇന്ന മരുന്ന് കഴിക്കണം, ഇന്ന രീതിയിൽ ഇന്ന മരുന്ന് കഴിച്ചു പോകണം, ഓരോ മാസവും പോയി സ്കാൻ ചെയ്യണം എന്നുള്ളത് ഒന്നും തന്നെ ഇല്ല. പണ്ടുള്ള സ്ത്രീകളൊക്കെ സ്കാൻ ചെയ്തിട്ടാണോ പ്രസവിച്ചത്? അന്ന് പ്രസവം നോക്കുമ്പോൾ 10, 13, 15 ഒക്കെ പ്രസവിക്കുന്നവരുണ്ട്. നമ്മുടെ ഈ ആരോഗ്യജാലകം ചാനൽ തന്നെ 17 പ്രസവിച്ച ഇമ്പിച്ചാമിന എന്ന ഒരു സ്ത്രീയുടെ ഇൻ്റർവ്യൂ നമ്മൾ ഇതിന് മുന്നേ ഇട്ടുണ്ടായിരുന്നു. ഈ രീതിയിലൊക്കെ നോക്കുമ്പോഴേ പ്രസവാവസ്ഥയിൽ ശ്രദ്ധിക്കേണ്ട കാര്യം കൃത്യമായി ശ്രദ്ധിക്കുകയും ഭക്ഷണ രീതിയും അതേപോലെ വെള്ളം കുടിയും ഉറക്കവും എല്ലാം കൃത്യമായി നാം ചിട്ടയോടെ ചെയ്യുകയും രാത്രി ഒന്ന് ലേറ്റായി ഉറങ്ങുന്ന ശീലം തീരെ ഉണ്ടാകാൻ പാടില്ല. രാത്രി ലേറ്റായി ഉറങ്ങിയാൽ ശരിക്കും ബോഡി ഹീറ്റ് കൂടുമെന്നാണ് നമ്മുടെ നിയമപ്രകാരം. സത്യമല്ലേ? ഒരു ദിവസം ഉറങ്ങാതെ നിങ്ങൾ നോക്കും, നിങ്ങൾ കണ്ണ് നല്ല ചൂടാവും, പുറമേയുള്ള കണ്ണ് പോലും ചൂടാവുന്നു. അത് നമുക്ക് ഫീൽ ആവുന്നതിൻ്റെ കാരണം നമുക്ക് പെട്ടെന്ന് അതിനൊരു എരിച്ചൽ പുകച്ചിലൊക്കെ ഉണ്ടാവും. കണ്ണുനീരുണ്ടായിട്ട് പോലും ചൂടാവുന്നുണ്ടെങ്കിൽ ആ ഉറക്കില്ലായ്മ എത്ര കണ്ട് ശരീരത്തിന് ബുദ്ധിമുട്ടുണ്ടാവുന്നത് കൃത്യമായി മനസ്സിലാക്കുക. ജീവിതശൈലിയും നമ്മുടെ ചിട്ടകളുമാണ് കൃത്യമായി പാലിക്കേണ്ടത്. അങ്ങനെ പാലിക്കുന്ന ഏതൊരു മനുഷ്യനും ഒരു പ്രയാസവുമില്ലാതെ സുഖമായി ജീവിക്കാൻ കഴിയും. ഗർഭിണികളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ചിട്ട അവർക്ക് നിർബന്ധമാണ്. കാരണം ഒരാളല്ല, 2 ആളുണ്ട് ഉള്ളിൽ എന്ന ഒരു ബോധ്യം വേണം. ചിട്ട തെറ്റിക്കുമ്പോൾ അത് ഉള്ളിൽ തന്നെ പ്രയാസമുണ്ടാക്കുന്നു. ചില കുട്ടികൾ രാത്രിയായാലും ഉറങ്ങാത്ത അവസ്ഥ അത് വളരെ കൂടുതലായി കാണുന്നു ഇപ്പോൾ. പണ്ടൊന്നും അധികം കാണാറില്ല ഇങ്ങനെയുള്ള രാത്രി ഫുള്ള് പകലാക്കുന്ന കുട്ടികൾ. ഈ ചിട്ട ഇല്ലാഞ്ഞിട്ടാണ് എന്ന് ഞാൻ വിശ്വസിച്ചു പോകുന്നു. എന്തായാലും അക്യുപഞ്ചർ നിയമപ്രകാരം നേരത്തെ ഉറങ്ങി നേരത്തെ എണീക്കുക എന്ന ശീലമാണ് കൂടുതൽ ആരോഗ്യകരമായ ശീലം എന്ന് കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. താങ്ക് യു ടു ഓൾ.